പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഓക്കെ അല്ലേ? നടപടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ താങ്കൾക്ക്? നിലവിൽ ഞാനിപ്പോൾ ഒരു മിനിറ്റ് ഉള്ളൂ, കുഴപ്പമില്ല. ഞാനത് എന്താ ചോദിച്ചിട്ടാ പിടിക്കണോ? ഹലോ 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 അല്ല പറഞ്ഞു തുടങ്ങിയില്ല. ഓക്കെ, ഒരു സെക്കൻഡ് ഇപ്പൊ നോക്കിയേ. ഇപ്പൊ ത്രൂ ആണ് നോക്കിയേ. അത് ഇടയ്ക്ക് കട്ടായി പോയതാണ്. ഇത്ര നേരം ഓണായിരുന്നു അത്. എനിക്ക് ഈ നടപടിയെക്കുറിച്ച് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ആ ഏരിയ കമ്മിറ്റി സ്വാഭാവികമായിട്ട് എന്നെ അറിയിക്കേണ്ടതാണ്. ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഈ കോഴ വിവാദത്തിനകത്ത് പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഞാൻ കോഴ വാങ്ങിച്ചു എന്നാണ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാർട്ടി അങ്ങനെ നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ വിവാദത്തിനകത്ത് ഈ 1 രൂപ, അതായത് ഇത്രയും വലിയ പൈസ ഏതെങ്കിലും ഒരാളോട് വാങ്ങിക്കാനോ ഏതെങ്കിലും ഒരാളോട് പോയി വാങ്ങാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സംസാരം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഭീഷണിപ്പെടുത്തിയതായിട്ടോ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അതെന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നാണ് ഈ പത്രങ്ങളിൽ വരുന്ന വാർത്ത. അതായത് എന്നോട് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യം, ഞാൻ ഈ കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയതായിട്ട് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നവർ പറയട്ടെ, ഏതെങ്കിലും ഒരാൾ. ഇപ്പോൾ ഞാൻ ഈ ആരോപണത്തിന് ഞാൻ മാത്രമാണിപ്പോൾ. ഞാനെന്താണ്? വെറും പ്രമോദാണ്. എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ മകൻ. എൻ്റെ അമ്മയെ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അത്രമാത്രം പ്രയാസത്തിലൂടെ എൻ്റെ കൂടെ എന്നെ വളർത്തിക്കൊണ്ടുവന്ന അമ്മ. ഞാൻ ആദ്യം എന്താണ്? മകനായിട്ടാണ് ഞാൻ സഖാവാകുന്നത്. ഈ സഖാവായതിനു ശേഷം സമരത്തിൻ്റെയും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും ലാത്തി ചാർജുകളും ജയിൽവാസമൊക്കെ ഞാൻ അനുഭവിച്ചപ്പോഴും ഇവിടെ പോലീസ് റെയ്ഡ് ചെയ്തപ്പോഴൊക്കെ എൻ്റെ അമ്മ അത് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. ഞാൻ 22 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? തെളിവ് തരണം. അതായത് എന്നെ ഇതിനകത്ത് കൊണ്ടുപോയി ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ്? ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. ഈ 22 ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്? ആർക്കാണ് കൊടുത്തത്? എപ്പോഴാണ്? എന്നാണ്? അങ്ങനെയുള്ള വിവരം എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം തീർത്തും ഈ PSC കോഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായിട്ടല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ വീട്ടിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ അമ്മയും മകനും ആ വീട്ടിന് മുന്നിൽ പോയിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇത്രയും കാലം അങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിനകത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അയാൾ പറയണം തെളിവ് സഹിതം, നിങ്ങൾ ഇന്ന ആളെ പറഞ്ഞയച്ചു, അവിടെ പൈസ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അയാൾ എന്നോട് പറയണം. എൻ്റെ അമ്മയും എൻ്റെ മകനും എൻ്റെ കൂടെ ഉണ്ടാകും. നിങ്ങളെല്ലാം എല്ലാ സമൂഹത്തിനോടും പറയണം. എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ നാട്ടുകാർ, എന്നെ വിശ്വസിച്ചവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ നിങ്ങൾ പറയണം, ഈ ചോദ്യം ഒരു സാധാരണ മനുഷ്യൻ്റെ ചോദ്യമാണ്. ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയോട് കച്ചവടം നടത്തിയെന്നോ അല്ലെങ്കിൽ അവിഹിതമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചെന്നോ എന്തെങ്കിലും ഒന്ന് തെളിവ് സഹിതം പറയണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എൻ്റെ അമ്മയോട് നിങ്ങൾ പറയണം. ഇതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ബാക്കി ഞാൻ അവിടെ നിന്ന് പറയും.
അങ്ങനെ അതിലെന്തെങ്കിലും ബന്ധമുണ്ടോ? മാത്രമല്ല ഒരു BJP നേതാവായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. താങ്കൾക്ക് റിയൽ എസ്റ്റേറ്റിൽ വലിയ ഇടപെടൽ നടത്തിയെന്നൊക്കെയാണ് ഈ ഒരു കണ്ടെത്തൽ. ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു 5 ദിവസമായില്ലേ, 5 ദിവസം മുതൽ 22 ലക്ഷം കോഴ വാങ്ങി പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴ ആരോപണമുണ്ടോ ഇല്ലയോ അറിയാതെ, കൃത്യമായ തെളിവുകളില്ലാതെ ഒരു മനുഷ്യനെ ഈ ചാനലുകൾക്കകത്തിട്ട്, വാർത്തകൾക്കകത്തിട്ട്, ഫേസ്ബുക്കിലും എല്ലാത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾ ഇന്ന പൈസ കൊടുത്തു എന്ന് പറയണ്ടേ, ഇന്ന ആളോട് വാങ്ങിച്ചു എന്ന് പറയണ്ടേ? അങ്ങനെ ഒരു അഭിപ്രായം പറയാതെ, അങ്ങനെ ഒരു കാര്യം ഉയരാതെ എന്തില്ല, ഈ പറഞ്ഞ കാര്യമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏത് അന്വേഷണത്തിനും എങ്ങനെയും, ഇന്നിപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വിവരം വന്നത്, ഇതിൻ്റെ ഭാഗമായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരാതികളും നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. എന്നെ ഏരിയ കമ്മിറ്റി ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്നെ അറിയിക്കേണ്ടതാണ്, സംഘടനാപരമായിട്ട് എന്നെ അറിയിക്കണം. ഞാൻ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ്, സ്വാഭാവികമായിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഗൂഢാലോചനകളും കാര്യങ്ങളുണ്ട്. ഈ പാർട്ടിക്കുള്ളിൽ തന്നെയാണ് നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളത്? എനിക്ക് അറിയാത്തൊരു കാര്യം, ഞാൻ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരുടെ വീട്ടിന് മുന്നിൽ പറഞ്ഞാൽ പോരെ, വിശദമായ കാര്യം. ഏതെങ്കിലും തരത്തിൽ പാർട്ടി പ്രമോദിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? വിശദീകരണം ചോദിച്ചതിൻ്റെ വിവരങ്ങൾ, ആ വിശദീകരണം ചോദിച്ചതിൻ്റെ വിവരങ്ങളെല്ലാം ഒന്നുപോലും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയും. എനിക്കിനി എന്താണ്, ഞാനൊരു മകൻ മാത്രമാണ്, ഒരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ സ്നേഹിതനും സുഹൃത്തുമാണ്. അതുകൊണ്ട് എനിക്ക് എന്തില്ല, ഒന്നും മറച്ചു വെക്കാനില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചോ അവരുടെ എല്ലാം പേര് ഞാൻ പറയും. കൊടുക്കാൻ ശ്രമിച്ചത് പാർട്ടിക്കുള്ളിൽ നോക്കാൻ പറയും. ഞാൻ താങ്കൾക്കെതിരെ ഒരു ആരോപണം വന്നതും ഇത്തരം വിവാദമായതും ഇപ്പം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും എന്താണ് താങ്കൾ കരുതുന്നത്? അല്ലാതെ ഞാൻ ഇപ്പം നമുക്ക് അവിടെ പറഞ്ഞു, മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പിൽ പരാതി കൊടുത്തതെന്ന് കേൾക്കുന്നുണ്ട്. റിയാസ് അക്കാര്യം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ അത്തരം എനിക്കറിയാത്തൊരു കാര്യത്തിന്റെ എനിക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ പറയില്ല. എനിക്കറിയില്ല. ആരുടെ വീട്ടിലുണ്ട്? ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ പിറകിലുള്ളത്. അദ്ദേഹം പാർട്ടിക്കാരനാണോ? അതെനിക്കറിയില്ല. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യം, ഈ ശ്രീജിത്തിന്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പോകാൻ വേണ്ടി പോവാണ്. ആ സ്ഥലത്തേക്ക് ആദ്യമായിട്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഈ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായി യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഈ ഇതുമായി ഇതുവരെ പോയിട്ടില്ല. പണം വാങ്ങിയതാണ് ആരോപണം വന്നിരുന്നത്. നോക്കാം, നമുക്ക് അയാളുടെ വീട്ടിലേക്ക് പോകട്ടെ, അയാൾ പറയട്ടെ. താങ്കളെ ഒരു ബലിമൃഗമാക്കി കഴിഞ്ഞു ഈ സംഭവത്തിൽ? ഞാനൊരിക്കലും ഒരു മൃഗമാവില്ല, ഞാൻ മനുഷ്യനാണ്. ഞാൻ എൻ്റെ അമ്മയുടെ മകനാണ്. റിയൽ എസ്റ്റേറ്റ് ബിനാമി ബന്ധം ചൂണ്ടിക്കാട്ടി CPM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമെടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പ്രമോദ് കോട്ടൂളി. PSC-യായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച ആളുടെ വീട്ടിൽ അമ്മയോടൊപ്പം സത്യാഗ്രഹം ഇരിക്കും എന്നാണ് പ്രമോദ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ വ്യക്തിയുടെ പേരും പ്രമോദ് സൂചിപ്പിക്കുകയുണ്ടായി, ശ്രീജിത്ത് എന്ന്. ഒപ്പം പാർട്ടി നടപടിയെക്കുറിച്ച് വിവരം കിട്ടിയിട്ടില്ല എന്നും വലിയ രീതിയിലൊരു ഗൂഢാലോചന തനിക്കെതിരെ നടന്നുവെന്നുമാണ് പ്രമോദ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.